പി വി അൻവറിനെ മുന്നണിയിലെടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ കടുത്ത ഭിന്നത. പി വി അൻവറിനോട് അനുനയമില്ല എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാട് തള്ളി KPCC മുൻ അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തി. വ്യക്തിപരമായ അകൽച്ച മുന്നണി സംവിധാനത്തിൽ പരിഗണിക്കാൻ പോകുന്നില്ലെന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് അൻവറിനെ ഘടകകക്ഷിയാക്കണമെന്നും സുധാകരൻ പറഞ്ഞു. ആ പ്രശ്നം നമ്മൾ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല. അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ്. അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിന്റെ പുറത്ത് തീരുമാനമെടുക്കും. വാട്ട് എവർ ഇറ്റ് മേ ബി. അദ്ദേഹത്തിന്റെ അഭിപ്രായമാവാം. അത് അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടും അത് പറയുന്നതിൽ ഇത് ആവർത്തിക്കരുതെന്ന്. വിപിൻ സി വിജയൻ ഒരിക്കൽ കൂടി ചേരുന്നു നിലമ്പൂരിൽ നിന്നും. വിപിൻ, എന്തായാലും 3 ആഴ്ച ഓളമാണ് ഇനിയിപ്പോൾ സമയമുള്ളത് വോട്ടെടുപ്പിന് നിലമ്പൂരിൽ. ആ സമയത്താണ് കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാവുന്നത്. പി വി അൻവർ തന്നെയാണ് വിഷയം. അതിൽ ഓരോ നേതാക്കളും ഓരോ അഭിപ്രായം പറയുന്നു എന്നുള്ളതാണ് ആ പാർട്ടി ഇപ്പോൾ കുഴക്കുന്നത്. ഏറ്റവും ഒടുവിൽ കെ സുധാകരൻ നടത്തിയ പ്രതികരണം അത് കൃത്യമായി വി ഡി സതീശനെ ലക്ഷ്യം വെച്ച് തന്നെയാണ്. അത് പറയാൻ പാടില്ലായിരുന്നു, ഞാൻ വിളിച്ചു പറയും, അത് പറഞ്ഞത് ശരിയായില്ല, അത് തിരുത്തണമെന്ന് ആവശ്യപ്പെടുമെന്നൊക്കെ കെ സുധാകരനെ പോലുള്ള ഒരു മുതിർന്ന നേതാവും ഒപ്പം മുൻ KPCC അധ്യക്ഷൻ കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കോൺഗ്രസിന് ചർച്ചയാക്കാൻ പോകുന്നത്? അത്തരത്തിലൊരു പ്രതികരണം പരസ്യമായി പുറത്തു വരുമ്പോൾ കോൺഗ്രസിനകത്ത് ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട് എന്ന കാര്യം മറന്നീക്കി പുറത്തു വരികയില്ലേ? പ്രജൻ, തീർച്ചയായും ഇപ്പോൾ പി വി അൻവറിന്റെ ഒരു വിഷയത്തെ ചൊല്ലി അല്ലെങ്കിൽ UDFന്റെ മുന്നണി പ്രവേശനത്തെ ചൊല്ലി അത് കോൺഗ്രസിനകത്ത് UDFനകത്ത് ഒരു ഭിന്നതയ്ക്ക് കാരണമായിരിക്കുന്നു എന്നുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചലനമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഇപ്പോൾ കെ സുധാകരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പി വി അൻവറിനെ UDFന്റെ ഘടകകക്ഷിയാക്കാം, അത് നമ്മൾ മുൻപ് തന്നെ തീരുമാനിച്ചൊരു കാര്യമാണ്, അപ്പോൾ അതുകൊണ്ട് മുന്നണിയുടെ ഭാഗമാക്കാം എന്നൊരു നിലപാടിൽ എടുക്കുന്നു. ഇന്നിപ്പോൾ കെ സുധാകരന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാണ്. എന്നാൽ ഇപ്പുറത്ത് വി ഡി സതീശൻ, സണ്ണി ജോസഫ് മുതലായിട്ടുള്ള ഇപ്പോൾ നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ അത്തരത്തിൽ ഒരു വിലപേശലിന് നിന്നു കൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് എടുക്കുന്നത്. ഈ ആര്യടൻ ഷൗക്കത്തിനെതിരെ നടത്തിയിരിക്കുന്ന ആക്ഷേപങ്ങളൊക്കെ മാറ്റി നിരുപാധികമായിട്ടുള്ള പിന്തുണ ആദ്യം AICC പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് പറയട്ടെ, അതിനുശേഷം സഹകരണം എന്നുള്ളതിലേക്കാണ് അവരെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സഹകരണം ഏത് രീതിയിൽ വേണമെന്നതിനെ സംബന്ധിച്ചൊക്കെ ആശയക്കുഴപ്പം നടക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ ഒരു അവസ്ഥയിൽ ഒരു വിധത്തിലുള്ള ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട് UDFനകത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി KC തീരുമാനിക്കട്ടെ എന്നുള്ളതിലേക്കാണ് പി വി അൻവർ എത്തിയിരിക്കുന്നത്. KCയോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ താൻ പറയും എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ചർച്ചയൊക്കെ നടക്കട്ടെ, ഇനി ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നുള്ളതിലേക്കാണ് കേരളത്തിലെ ഈ നേതാക്കൾ എത്തിയിരിക്കുന്നത്. കാരണം ഇത് നേതാക്കൾക്കിടയിൽ തന്നെ വലിയ ഭിന്നതയ്ക്ക് കാരണമാകുന്നു. മുസ്ലിം ലീഗ് ആണെങ്കിലും അവിടെ വിജയിക്കണം എന്നുള്ളതിലാണ് ലീഗിനെ കുറച്ചുകൂടി താല്പര്യം എന്നുള്ളതിലാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ ഒരു പി വി അൻവറിനെ പാർട്ടിയിലെടുക്കുന്നോ മുന്നണിയിലെടുക്കുന്നതിനെ സംബന്ധിച്ചൊന്നും ഒരു മധ്യസ്ഥ ചർച്ചയിലേക്കല്ല. ഇത് കാരണം UDFന് നിലമ്പൂർ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്, അതിന് ഒരു മുൻകൈ എടുക്കുന്നു എന്നുള്ള നിലയ്ക്കാണ് അവർ ഇടപെട്ടത്. എന്തായാലും ഇത് പരസ്പരമുള്ള നേതാക്കൾ തമ്മിലുള്ള ഒരു പിണക്കത്തിലേക്കൊക്കെ എത്തുന്ന രീതിയിലേക്ക് വളരുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ KC വേണുഗോപാൽ ഈ വിഷയത്തിൽ ഇടപെടുമോ എന്നുള്ളത് കൂടിയാണ് കണ്ടറിയേണ്ടത്. എന്തായാലും 2 ദിവസത്തെ സമയം എന്നുള്ളതാണ് പി വി അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. 2 ദിവസത്തിനകത്ത് ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ 2-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട തീയതി. അപ്പോൾ 2 ദിവസത്തിനകത്ത് തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ മത്സരിക്കാം എന്നുള്ളതിലേക്കാണ്. പക്ഷേ അതൊരു അവസാനത്തെ കൈയായി മാത്രമായിരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുക. കാരണം പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ അത്തരത്തിലൊരു പാർട്ടിയിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി ഒരു മുഖമുണ്ടാകും, ഒരാളുണ്ടാകും. പക്ഷെ അങ്ങനെ ഒരാൾ ഇപ്പോൾ കോൺഗ്രസിലില്ല അല്ലെങ്കിൽ UDFിലില്ല എന്നതാണ് ഞെട്ടലുണ്ടാക്കുന്ന കാര്യം. ഇപ്പോൾ UDF കൺവീനറായ അടൂർ പ്രകാശ് പോലും ഇന്നിപ്പോൾ നടത്തിയ പ്രതികരണം, നേരത്തെ രാവിലെ നടത്തിയ പ്രതികരണത്തിൽ പറഞ്ഞത് UDFനൊപ്പമാണ് പി വി അൻവർ എന്നുള്ളതാണ്. അത് പറഞ്ഞത് UDF കൺവീനറാണ്. പക്ഷെ പിന്നീട് ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നു, കെ സുധാകരൻ മറ്റൊരു അഭിപ്രായം പറയുന്നു, സണ്ണി ജോസഫ് മറ്റൊരു അഭിപ്രായം പറയുന്നു, KC ഇതിലൊന്നും തൊടാതെ സംസാരിക്കുന്നു. അങ്ങനെ ഇത് പ്രശ്നം പരിഹരിക്കാൻ ആരാണ് ഇനി മുൻകൈയെടുത്ത് മുന്നിട്ടിറങ്ങുക, അതിലൊരു മുഖം ആര് എന്നൊരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല. മറ്റൊന്ന്, ഈ പാർട്ടിക്കുള്ളിൽ തന്നെ 2 ഘട്ടങ്ങളായി 2 വിഭാഗങ്ങളായി ഈ വിഷയത്തെ ചൊല്ലിയുള്ള തർക്കം. അത് ഈ വിഷയത്തെ കുറിച്ച് മാത്രമല്ല, അത് പൊതുവിൽ ഈ 2 കൂട്ടർക്കുമുള്ള അകൽച്ചയും അതൃപ്തിയും വിയോജിപ്പും ഒക്കെയല്ലേ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു ഭാഗത്ത് കെ സുധാകരൻ, കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല ഒരു ടീമായി നിൽക്കുന്നു, മറുഭാഗത്ത് സണ്ണി ജോസഫ്, സതീശൻ ഒരു ടീമായി, അങ്ങനെ ഒരു ടീമുണ്ട്. അങ്ങനെ കോൺഗ്രസിൽ വീണ്ടും ഒരു വിയോജിപ്പിന്റെയും വിഭാഗീയതയുടെയൊക്കെ ചില സ്വരങ്ങൾ ഉയർന്നു വരാൻ പോവുകയാണോ?
അതെ, ഇതിപ്പോൾ ഒരു 3 മാസമെങ്കിലുമായി നടക്കുന്ന ചർച്ചയാണ് പി വി അൻവറിനെ മുന്നണിയിൽ എടുക്കുന്ന കാര്യത്തിൽ. ആ ചർച്ചയുടെ ഒരു തുടർച്ചർച്ച എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ കാണേണ്ടത്. പക്ഷേ അപ്പോഴേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. അതിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് ഈ മുന്നണിയുടെ ഭാഗമാക്കണം എന്നുള്ള ഒരു ഡെഡ് ലൈൻ പി വി അൻവർ വെക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ ഒരു മുഖം മാറുന്നത് എന്നുള്ളത് പറയാം. അതിന് സാധിക്കാതെ വരുന്നു, അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കാതെ വരുന്നതോട് കൂടിയാണ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ളത് വരുന്നതും ഈ നിലമ്പൂരിലെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറുന്നത്. അപ്പോൾ ഒരു മാസം മുൻപ് ഇത്തരത്തിലുള്ളൊരു UDF-ന്റെ നേതൃയോഗം കോഴിക്കോട് ചേരുകയും അന്ന് ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ പി വി അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമുണ്ടാവുകയും അത് അറിയിക്കുന്നതിനും വേണ്ടി പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ അന്ന് ഏൽപ്പിച്ചതാണ്. അത്തരത്തിലൊരു ചർച്ച നടന്നു എന്നുള്ളതാണ് ഈ പി വി അൻവർ പക്ഷം പറയുന്നത്. അത് മെയ് 15-ാം തീയതി നടക്കുകയും 2 ദിവസത്തിനകം തന്നെ അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാവുകയും ചെയ്യും. തീരുമാനമെടുത്ത് പിരിഞ്ഞതാണ്. പക്ഷേ അതൊരു പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു ഡിക്ലെയർ ആയി പറഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധി. അത് എന്തുകൊണ്ട് പറയാത്തതാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ലേ എന്നുള്ളത് അറിയില്ല. ഇതിൽ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നേതാവ് വരണമല്ലോ. അങ്ങനെ ലീഗ് ഇതിന് മുൻകൈ എടുക്കുന്നു, PK കുഞ്ഞാലിക്കുട്ടി ചർച്ച നടത്തുന്നു. പക്ഷേ അതും ഒന്നും ആവാതെ വരുന്നതോടുകൂടി മുസ്ലിം ലീഗ് പോലും വെട്ടിലാവുന്ന ഒരു സ്ഥിതിയിലായി. കാരണം മുന്നണിയിൽ എടുക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ ഒരു ആവശ്യം എന്നുള്ള നിലയ്ക്കൊക്കെ വ്യാഖ്യാനങ്ങൾ വന്നതോടുകൂടി അത്തരത്തിലൊന്നില്ല എന്ന് പറഞ്ഞ് അവർക്ക് പോലും രംഗത്ത് വരേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ നേതാക്കൾ തമ്മിൽ കുറച്ചാളുകൾക്ക് മുന്നണിയിൽ എടുക്കണം, അല്ലെങ്കിൽ പി വി അൻവർ ഇല്ലെങ്കിൽ അതൊരു വലിയ ഫാക്ടർ അവിടെ ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമുണ്ടാകും, തോൽക്കാൻ വരെ സാധ്യതയുണ്ട് എന്നുള്ളൊരു നിലപാടെടുക്കുന്നു. മറ്റുള്ളവർ പോയാൽ പോകട്ടെ, ഇവിടെ UDF-ന് ശക്തിയുണ്ട്, ആര്യാടൻ മുഹമ്മദിന്റെ മണ്ണാണ് തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ പറയുന്നു. ഇത്തരത്തിലുള്ളൊരു ചർച്ചകളാണ് നടക്കുന്നത്. ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ അത് UDF-ന് ഇപ്പോൾ വലിയ ക്ഷീണമുണ്ടാക്കും എന്നുള്ള ഒരു വിലയിരുത്തലാണ് അവിടുന്ന് വരുന്നത്. ഇതെല്ലാം നിരീക്ഷിക്കുകയാണ് ഈ സമയത്ത് LDF. അവരുടെ സ്ഥാനാർത്ഥി ഇതാ 2 ദിവസത്തിനകത്ത് വരാൻ കൂടി പോവുകയാണ്. അങ്ങനെ പി വി അൻവർ UDF-ലേക്ക് ഉണ്ടാകുമോ, അല്ല പി വി അൻവർ ഒറ്റയ്ക്ക് TMC ബാനറിൽ മത്സരിക്കുമോ നിലമ്പൂരിൽ എന്നത് വലിയ ചോദ്യമായി തന്നെ ഉയരുകയാണ്. അതിൽ ആരാണ് കൃത്യമായ ഒരു മറുപടി പറയുക എന്നതിലാണ് രാഷ്ട്രീയ കൗതുകം ബാക്കിയാവുന്നത്.